നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നും പതിവ് പോലെ പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്, അതിൽ ഒഫൻസസ് അഗൈൻസ്റ്റ് ബോഡി എന്ന മേഖലയിൽ നിന്നുമുള്ള ഏതാനും ചില IPC സെക്ഷനുകളാണ്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്ന സെക്ഷനുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് IPC സെക്ഷൻ 376 ആണ്. അതിൻ്റെ 376 എന്താണെന്നും അതിൻ്റെ സബ് ക്ലോസ് 1ഉം സബ് ക്ലോസ് 2ഉം നമ്മൾ പഠിച്ചതാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് IPC സെക്ഷൻ 376 സബ് ക്ലോസ് 3 ആണ്. എന്താണ് IPC സെക്ഷൻ 376 സബ് ക്ലോസ് 3? അതല്ലെങ്കിൽ അതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ പെടുത്തിയിരിക്കുന്നത് 65 സെക്ഷൻ 65 സബ് ക്ലോസ് 1 എന്നാണ് അതിനെ പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഓൺ എ വുമൺ അണ്ടർ 16 ഇയേഴ്സ് ഓഫ് ഏജ്, അതായത് 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ശിക്ഷാ വിധികളെ പറ്റിയാണ് IPC സെക്ഷൻ 376 സബ് ക്ലോസ് 3യിൽ പ്രതിപാദിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പ്രതിക്ക് ലഭിക്കുന്നത് 20 വർഷത്തിൽ കുറയാത്ത ഒരു തടവ് ശിക്ഷയാണ്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. 20 വർഷത്തിൽ കുറയാത്ത ഒരു തടവ് ശിക്ഷ ഉണ്ടാവും. അതേപോലെ തന്നെ ശിക്ഷിക്കുന്ന കാലം ജീവപര്യന്തമെന്ന രീതിയിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യവും ഉണ്ടാവും. മാത്രമല്ല പിഴ ഈടാക്കേണ്ടതായിട്ടും വരും. ഈടാക്കുന്ന പിഴ എന്ന് പറയുന്നത് ഇരയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനുമായിട്ടായിരിക്കും നൽകുന്നത്. അപ്പോൾ 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് ഈ പ്രതിപാദിക്കുന്നത്. IPC സെക്ഷൻ 376 സബ് ക്ലോസ് 3 ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് IPC സെക്ഷൻ 376 സബ് ക്ലോസ് AB ആണ്. IPC സെക്ഷൻ 376 AB എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ സെക്ഷൻ 65 സബ് ക്ലോസ് 2 ആണ്. സെക്ഷൻ 65 സബ് ക്ലോസ് 2 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് പ്രതിപാദിക്കുന്നത് പണിഷ്മെൻറ്റ് ഫോർ റേപ്പ് ഓൺ വുമൺ അണ്ടർ 12 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. 12 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിപാദിക്കുന്ന ശിക്ഷാ വിധികളാണ് IPC സെക്ഷൻ 376 AB BNS സെക്ഷൻ 65 സബ് ക്ലോസ് 2 എന്ന് പറയുന്നത്. ഇതിന് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണുള്ളത്, അല്ലേ? 20 വർഷത്തിൽ കുറയാത്ത ഒരു ശിക്ഷയാണുള്ളത്. ജീവപര്യന്തം കഠിന തടവ് ഇതിന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വധശിക്ഷയാണ് ഇതിനുള്ളത്. പിന്നെയോ ഒരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയാണ്. അപ്പോൾ 20 വർഷത്തിൽ കുറയാത്ത ഒരു ശിക്ഷയാണ്, ജീവപര്യന്തം കഠിന തടവാണ്. അതല്ലെന്നുണ്ടെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതാണ് IPC സെക്ഷൻ 376 AB അല്ലേ? അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ സബ് ക്ലോസ് 65 2ൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് IPC സെക്ഷൻ 376 A എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? IPC സെക്ഷൻ 376 A എന്താണ്? അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 66 എന്താണ്? IPC സെക്ഷൻ 376 A അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 66 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിതാണ് പണിഷ്മെൻറ്റ് ഫോർ കോസിങ് ഡെത്ത് ഓർ റിസൾട്ടിങ് ഇൻ എ പെർസിസ്റ്റൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം എന്നാണ് പറയുന്നത്. അതായത് റേപ്പ് എന്ന പ്രക്രിയ ചെയ്യുന്നത് വഴി ഇരയായ വ്യക്തിക്ക് ശാരീരികമായിട്ട് നിത്യമായ ക്ഷതം സംഭവിക്കുകയോ ജീവച്ഛവമായി മാറ്റപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷയെ പറ്റിയാണ് IPC സെക്ഷൻ 376 Aയിൽ പ്രതിപാദിക്കുന്നത്. മരണത്തിനോ അവസ്ഥയിൽ എത്തിക്കുന്നതിനോ കാരണക്കാരനായ ആ പ്രതിക്ക് 20 വർഷം വരെ കഠിന തടവ് അതല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇത്. ഇതാണ് IPC സെക്ഷൻ 376 Aയിൽ പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് IPC സെക്ഷൻ 376 B ഉണ്ട്. IPC സെക്ഷൻ 376 B എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? IPC സെക്ഷൻ 376 B ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 67 ആണ് ഉദ്ദേശിക്കുന്നത്. IPC സെക്ഷൻ 376 Bയിൽ പ്രതിപാദിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 67 ആണ്. ഇത് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ബൈ എ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിങ് സെപ്പറേഷൻ, അതായത് വിവാഹബന്ധം വേർപെട്ടിരിക്കുന്ന ഒരവസരത്തിൽ അല്ലെങ്കിൽ വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട് പരാതിയോ കേസോ ഉണ്ടായി രണ്ടുപേരും സെപ്പറേറ്റ് ആയിരിക്കുന്ന ഒരവസരത്തിൽ ആ സ്ത്രീയുടെ സമ്മതം കൂടാതെ അവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഭർത്താവിന് ലഭിക്കുന്ന ശിക്ഷയാണ്
IPC സെക്ഷൻ 376B പ്രകാരം പ്രതിപാദിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 വർഷം മുതൽ 7 വർഷം വരെയുള്ള കഠിന തടവാണ്. 2 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഒരു കഠിന തടവാണ് ഇത്. പക്ഷേ ഒരു ബെയിലബിൾ ഒഫൻസ് ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ജാമ്യമുള്ള ഒരു വകുപ്പാണ് ഇത്. ഇനി നമുക്ക് IPC സെക്ഷൻ 376C എന്താണെന്ന് നോക്കാം. IPC സെക്ഷൻ 376C എന്താണ്? അത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 68 കൂടിയായിട്ടാണ് പരിഗണിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 68 ആണ് ഇത്. ഇതിൽ പറയുന്ന കാര്യം എന്താണ്? സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി, അതായത് ജനങ്ങൾക്ക് സംരക്ഷണവും അതേപോലെ തന്നെ അവർക്ക് പ്രചോദനവും എല്ലാം നൽകുന്ന ഒരു ആശാകേന്ദ്രമായിട്ടുള്ളൊരു വ്യക്തി, അതാണ് ഒരു പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നത്. ഒരു പൊതുജന സേവകനാണ്. അത്തരത്തിലുള്ള ഒരു പൊതുജന സേവകനിൽ നിന്നും ഒരു സ്ത്രീക്ക് ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് IPC സെക്ഷൻ 376 സബ് ക്ലോസ് C എന്ന് പറയുന്നത്. അത് ആശുപത്രി മാനേജ്മെൻറ്റ്, അതായത് ആതുരാലയങ്ങൾ നടത്തുക, അത് ആശുപത്രിയാണ്. അത്തരത്തിലുള്ള ആശുപത്രികളിൽ നിന്നൊരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ, അതല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ സംരക്ഷണം നൽകുന്നൊരു വ്യക്തിയിൽ നിന്നുണ്ടായാൽ, അതേപോലെ റിമാൻഡ് ഹൗസിലോ ജയിൽ സൂപ്രണ്ടിനാലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരപ്പെട്ടൊരു വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു റേപ്പ് അറ്റംപ്റ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് IPC സെക്ഷൻ 376 സബ് ക്ലോസ് C എന്ന് പറയുന്നത്. ഇത് ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 68 ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഭാഗമായിട്ട് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന മേഖലയിൽ നിന്ന് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് പഠിച്ചിരിക്കുകയാണ്. പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.